ഓക്കെ. സോ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ റാങ്കൈൻ സൈക്കിൾ, റീഹീറ്റ് സൈക്കിൾ, റീജനറേറ്റീവ് സൈക്കിൾ. തെർമല്ലേ ഫസ്റ്റ് മോഡ്യൂൾ. റാങ്കൈൻ സൈക്കിൾ, റീഹീറ്റ് സൈക്കിൾ ആൻഡ് റീജനറേറ്റീവ് സൈക്കിൾ ആൻഡ് ബ്രയട്ടൺ സൈക്കിൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സാമിന് ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, റാങ്കൈൻ ആൻഡ് റീഹീറ്റ് സൈക്കിൾ. ഓക്കെ. അപ്പോൾ അതാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം ബോയിലർ ഉണ്ട്, പിന്നെ നോസിലൂടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ, തെർമല്ല ഫസ്റ്റ് മോഡ്യൂളിലുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിൽ റാങ്കൈൻ സൈക്കിൾ നമുക്കിപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. റാങ്കൈൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സ്റ്റീം അറിയാമല്ലോ. എന്തൊക്കെ സ്റ്റീം ഉണ്ട്, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വെറ്റ് സ്റ്റീം ഉണ്ട്. കേൾക്കാമല്ലോ അല്ലേ? വെറ്റ് സ്റ്റീം, ഡ്രൈ സ്റ്റീം, സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. സ്റ്റീം ആൻഡ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. ഇതാണ് ആദ്യം സ്റ്റീമിൻ്റെ പ്രോപ്പർട്ടീസ് ആണിത്. അപ്പം ഇത് പഠിച്ചാലേ നമുക്ക് അത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം വെറ്റ് സ്റ്റീം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിനെല്ലാം വാട്ടറിൻ്റെ കണ്ടന്റ് എങ്ങനെയാണ് നോക്കാം. അതായത് ഇത് മോയ്സ്ചർ കണ്ടന്റ് വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഡ്രൈനസ് ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ വാല്യൂ, ഡ്രൈനസ് ഫ്രാക്ഷൻ. അപ്പോൾ എത്രയാണ് ഡ്രൈ പാർട്ടിക്കിൾസ് ഉണ്ട് ഡിവൈഡഡ് ബൈ വാട്ടർ പാർട്ടിക്കിൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. വെറ്റ് ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. ഡ്രൈ സ്റ്റീം ആണെങ്കിൽ എക്സിസികൾ 1 ആയിരിക്കും. സൂപ്പർ ഹീറ്റ് ആണെങ്കിൽ എക്സിസികൾ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇത് ഡ്രൈനസ് ഫ്രാക്ഷൻ ആണ്, ഒരു ഫ്രാക്ഷൻ വാല്യൂ ആണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതിൽ വെറ്റ് സ്റ്റീം എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ഇപ്പം ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 0.8, 0.9 അങ്ങനെയുള്ളതായിരിക്കും. ഡ്രൈ സ്റ്റീം 1 ആണെങ്കിൽ ഡ്രൈ സ്റ്റീം എന്ന് പറയും, ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം എന്ന് പറയും, സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് പറയും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അതിന് എൻതാൽപ്പി കണ്ടുപിടിക്കാം, എൻട്രോപ്പി കണ്ടുപിടിക്കാം. സോ എൻതാൽപ്പി, എൻട്രോപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സ്റ്റീമിൻ്റെ സ്വഭാവം അനുസരിച്ച് വെറ്റ് സ്റ്റീം എച്ച് വെറ്റ് ആവാം, എച്ച് ഡ്രൈ കണ്ടുപിടിക്കാം, എസ് ഡ്രൈ കണ്ടുപിടിക്കാം, എച്ച് സൂപ്പർ ഹീറ്റഡ് കണ്ടുപിടിക്കാം, എസ് സൂപ്പർ ഹീറ്റഡ് കണ്ടുപിടിക്കാം. അപ്പോൾ എച്ച് വെറ്റ് സ്റ്റീം ആണെങ്കിൽ എച്ച് എഫ് പ്ലസ് എക്സ് ഇൻറ്റു എച്ച് എഫ് ജി എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ. എച്ച് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? ഒരു സൈക്കിളിൻ്റെ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് ഓൺ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് സർക്കുലേഷൻ ഇൻ ദ സൈക്കിൾ. അപ്പോൾ ഹീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ ദ സൈക്കിൾ. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഫോമുലയാണ് എച്ച് എഫ് പ്ലസ് എക്സ് ഇൻറ്റു എച്ച് എഫ് ജി. എച്ച് എഫ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിൻ്റെ എൻതാൽപ്പി. അപ്പോൾ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോകും, അതിൻ്റെ എൻതാൽപ്പി. അതിൻ്റെ ഡ്രൈനസ് ഫ്രാക്ഷൻ എത്രയാണ്? ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര വാട്ടർ കണ്ടന്റ് ഉണ്ടെന്ന്. അതേപോലെ എച്ച് എഫ് ജി, ഫ്ലൂയിഡും ഗ്യാസും തമ്മിലുള്ള ടോട്ടൽ എൻതാൽപ്പി എത്രയാണ്, ടോട്ടൽ ഹീറ്റ് എത്രയാണ്. ഓക്കെ. ഇത് എസ് എഫ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പിയാണ്. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡിസോർഡർ ഓർ റാൻഡംനെസ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇതും അതേപോലെ തന്നെ എസ് എഫ് പ്ലസ് എക്സിൻ്റെ എസ് എഫ് ജി. സോ ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങളുടെ ഡേറ്റ സ്റ്റീം ടേബിളിലുണ്ട്. ഓക്കെ. സിമിലർലി എച്ച് എഫ് ജി, എച്ച് ഡ്രൈ സ്റ്റീം ആണെങ്കിൽ എച്ച് ജിയിൽ എച്ച് എഫ് ഇസികൾ ടു എച്ച് ജി, എസ് ഇസികൾ എസ് ജി വാല്യൂ. അതും ഡേറ്റാ ബുക്കിൽ നിങ്ങൾക്കുണ്ട്. സിമിലർലി ഇത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ടേബിളിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് നമ്മളിപ്പം ഈ സൈക്കിൾ പഠിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ. എൻതാൽപ്പി എന്താണ്, എൻട്രോപ്പി എന്താണെന്നുള്ള കാര്യം. ഓരോ സ്റ്റീമിൻ്റെയും വെറ്റ് സ്റ്റീമാണോ, ഡ്രൈ സ്റ്റീമാണോ, സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇനി മനസ്സിലായോ അത്? ഓക്കെ. അപ്പോൾ ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകണമെന്ന് വെച്ചാൽ സാറേ അത് ഒന്നും കൂടെ പറഞ്ഞു തരാൻ പറ്റുമോ സാർ? ഇക്വേഷൻ തൊട്ട്. അതായത് സ്റ്റീമിനെ നമ്മൾ സ്റ്റീം എന്ന് പറഞ്ഞാൽ വാട്ടർ എന്താണ്? ഈ സ്റ്റീം എന്ന് പറഞ്ഞാൽ വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു വാട്ടറിനെ നമ്മൾ 100 ഡിഗ്രി ചൂടാക്കുമ്പോൾ എന്തുണ്ടാകുന്നു? സ്റ്റീം ഉണ്ടാവും. നീരാവി എന്ന് പറയും മലയാളത്തിൽ. സ്റ്റീം. ഈ സ്റ്റീമിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു: വെറ്റ് സ്റ്റീം, ഡ്രൈ സ്റ്റീം, സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. ഈ വെറ്റ് സ്റ്റീമിൽ വാട്ടർ കണ്ടന്റ് കുറച്ച് കാണും. ഓക്കെ. അപ്പോൾ വെറ്റ് സ്റ്റീമിൽ വാട്ടർ കണ്ടന്റ് കുറച്ച് എത്ര പെർസെൻറ്റേജ് കാണുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എത്രയാണോ എക്സ് ഉള്ളത്, എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈനസ് ഫ്രാക്ഷൻ ആണ്. എത്ര വാട്ടർ പാർട്ടിക്കിൾ ഉണ്ട്, എത്ര എയർ, 1 കിലോഗ്രാം എയറിൽ എത്ര വാട്ടർ പാർട്ടിക്കിൾ ഉണ്ട്, അതിനാണ് വെറ്റ് സ്റ്റീം എന്ന് പറയുന്നത്. അപ്പം അതിൽ എത്രയാണ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ 0.8, 0.7 എന്ന പാർട്ടിക്കിൾ കാണുമെന്നാണ് അവർ എക്സ് ലെസ് ദാൻ 1 ആയിരിക്കണം.
അത് ഡ്രൈ സ്റ്റീം എന്ന് പറഞ്ഞാൽ വാട്ടർ പാർട്ടിക്കിൾ 100% എന്തായിരിക്കും, ഡ്രൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. സൂപ്പർ ഹീറ്റഡ് ആണെങ്കിൽ മോർ ദാൻ 1 അതായത് വാട്ടറെ കാണും, മൊത്തം സ്റ്റീം ആയിരിക്കും, വാട്ടർ പാർട്ടിക്കിൾസിന്റെ ഒരു അംശം കൂടെ കാണത്തില്ല, ഫുള്ളി സ്റ്റീം ആയിരിക്കും എന്നാണ് സൂപ്പർ ഹീറ്റഡ്. ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെറ്റ് സ്റ്റീം എന്ന് പറയാം, ഡ്രൈ സ്റ്റീം എന്ന് പറയാം, സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതൊന്നും അല്ല ആവശ്യം, നമുക്ക് ഫോർമുലയാണ് ആവശ്യം. വെറ്റ് സ്റ്റീം എന്ന് പറഞ്ഞത് ഈ ഫോർമുല യൂസ് ചെയ്യും. വെറ്റ് സ്റ്റീം എൻട്രോപ്പി എൻതാൽപ്പിയും കണ്ടുപിടിക്കാൻ. എൻട്രോപ്പി എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ ദ ബോഡി. ഹീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, എഫിഷ്യൻസി കണ്ടുപിടിക്കുമ്പോൾ. ഹീറ്റ് എനർജി ഉണ്ടെങ്കിൽ എഫിഷ്യൻസി, ഹീറ്റ് എനർജി ഉണ്ടെങ്കിൽ പവർ ഉണ്ടാവും, പവർ ഉണ്ടെങ്കിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതേപോലെ എൻട്രോപ്പി അതേപോലെ തന്നെ. സിമിലർലി വെറ്റ് സ്റ്റീം ആണെങ്കിൽ അതിൻ്റെ ഒരു ഫോർമുല, സൂപ്പർ ഹീറ്റഡ് ആകുമ്പോൾ അതിൻ്റെ ഒരു ഫോർമുല. അപ്പോൾ ഇത് സ്റ്റീം, നമ്മുടെ സ്റ്റീം ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഫോർമുല. ഓക്കെ, മനസ്സിലായോ? അടുത്തതിലോട്ട് പോകണ്ട. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡയറക്ട്ലി റാങ്കിൻ സൈക്കിളാണ്. എന്താണ് ഈ റാങ്കിൻ സൈക്കിൾ? റാങ്കിൻ സൈക്കിളിൽ കുറച്ച് കോമ്പോണൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ബോയിലർ, അത് കഴിഞ്ഞ് നേരെ ബോയിലർ നേരെ ടർബൈനിലോട്ട് പോകും. ഓക്കെ, ബോയിലർ, അത് കഴിഞ്ഞ ടർബൈന് നേരെ കണ്ടൻസർ, കണ്ടൻസറിൽ നേരെ എന്താവും, പമ്പായിട്ട് മാറും. ഇതാണ് ഒരു സൈക്കിൾ. അപ്പൊ ഇതിൽ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ബോയിലറിൽ എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ ബോയിലർ? ബോയിലർ എന്ന് പറഞ്ഞാൽ വാട്ടറിനെ എന്തായിട്ട് മാറ്റും? വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യും. എത്ര ഡിഗ്രി? മോർ ദാൻ 100 ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ എന്തായിട്ട് മാറും? സ്റ്റീം ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ബോയിലറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ബോയിലറിന്റെ വേറൊരു പേരാണ് സ്റ്റീം ജനറേറ്റർ എന്ന് പറയും. നമ്മൾ സ്റ്റീം ജനറേറ്റർ എന്താണ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ വെള്ളം എടുത്ത് എന്താകുന്നു, ചൂടാക്കുമ്പോൾ അതെന്താ, വാട്ടർ 100 ഡിഗ്രി ഇതാകുമ്പോൾ എന്തായിട്ട് മാറും? നീരാവി ആയിട്ട് മാറും. നീരാവി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റീം ആയിട്ട് മാറും. ഈ സ്റ്റീമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടർബൈനിലോട്ട് കറക്കുന്നു. ഈ ടർബൈനിൽ ഇവിടെ പോകുമ്പോൾ ഇവിടെ ഒരു നോസിൽ വെച്ചിട്ടുണ്ട്. എന്താണ് ഈ നോസിലിന്റെ ഫംഗ്ഷൻ? അപ്പൊ ടർബൈൻ്റെ അകത്തുള്ള ആ ബ്ലേഡ് ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇവിടെ ഇങ്ങനെ ഒരു ഫാന് പോലെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ഫാന് പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ വന്ന് സ്റ്റീം തട്ടും. എങ്ങനെ തട്ടും? ഇവിടെ നല്ല ബോയിലർ തിളച്ച നീരാവി നീരാവി സ്റ്റീം നേരെ ഇവിടെ വരുന്നു. ഈ നോസിലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ പ്രഷർ എനർജി ആയിട്ടാണ് പറഞ്ഞത്. പ്രഷർ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കൈനറ്റിക് എനർജി ആക്കി മാറ്റും. നമ്മൾ ഓസ് എടുത്ത് വെള്ളം ഇങ്ങനെ പൈപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ആ ഓസിന്റെ അഗ്രത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്താവും, അതിന്റെ വെലോസിറ്റി കൂടും. അത് എങ്ങനെയാണ് കൂടുന്നത്? പ്രഷറൈസ് ചെയ്യുമ്പോഴാണ് വെലോസിറ്റി കൂടുന്നത്. സിമിലർലി ഇവിടെ പ്രഷറൈസ് ചെയ്ത് എന്താവും, വെലോസിറ്റി കൂട്ടുന്ന ഫംഗ്ഷനാണ് നോസിൽ ചെയ്യുന്നത്. ആ നോസിൽ നേരെ ഈ ബ്ലൈഡിൽ വന്ന് തട്ടും. ബ്ലൈഡ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? കറങ്ങും. അപ്പൊ ഇവിടെ കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ടർബൈനിൽ കറങ്ങുമ്പോൾ ടർബൈനിൽ പവർ, അപ്പൊ ടർബൈൻ ആ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഷാഫ്റ്റിൽ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത് കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പവറിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ശേഷം റിമൈനിങ് സ്റ്റീം നേരെ ഇങ്ങനെ താഴോട്ട് വന്ന് കണ്ടൻസറിലോട്ട് പോകും. ദിസ് ഈസ് നോൺ ആസ് കണ്ടൻസർ. വാട്ട് ഈസ് ഫംഗ്ഷൻ ഓഫ് കണ്ടൻസർ? സ്റ്റീമിനെ വാട്ടറാക്കി മാറ്റും. സ്റ്റീമിനെ വാട്ടറാക്കി മാറ്റുന്നതാണ് നമ്മൾ കണ്ടൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആ വാട്ടറിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പമ്പ് ഉപയോഗിച്ച്, ഇതാണ് പമ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ബോയിലറിലോട്ട് വീണ്ടും പോകും. അപ്പോൾ വീണ്ടും ബോയിലർ സ്റ്റീം തിളച്ച വെള്ളം വീണ്ടും നീരാവി, ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ടർബൈനിൽ വരുന്നു, വീണ്ടും സ്റ്റീം കറങ്ങുന്നു. കറങ്ങിയ ശേഷം എന്താവും? കറങ്ങിയ ശേഷം വരുന്ന സ്റ്റീം എന്തായിട്ട് മാറും? വെറ്റ് സ്റ്റീം ആയിട്ട് മാറും. ഓക്കെ, സൂപ്പർ ഹീറ്റഡ് ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ ഡ്രൈ സ്റ്റീം ആയിട്ട് പോകുന്നത് എന്തായിട്ട് മാറും? വെയിലോട്ട്. ഇങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ആവും. ഇതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റാങ്കൈൻ സൈക്കിൾ എന്ന് പറയുന്നത്. മനസ്സിലായ മുഹമ്മദ്? മനസ്സിലായ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സൈക്കിൾ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ബ്ലോക്ക് ഡയഗ്രാം ഓർ റാങ്കൈൻ സൈക്കിൾ ചോദിക്കാം, ഓർ PV ഡയഗ്രാം ആൻഡ് TS ഡയഗ്രാം. വെരി ഇമ്പോർട്ടൻറ്റ്, PV ആൻഡ് TS ഡയഗ്രാം പഠിക്കണം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ അതിന്റെ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ കണ്ടുപിടിക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ് എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ. ബേസിക് സൈക്കിളാണ് റാങ്കൈൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോക്കുക, ഇതാണ് എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇതാണ് PV ആൻഡ് TS ഡയഗ്രാം. ഓക്കെ, PV ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതില് ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ 3 രീതിയിൽ നമുക്ക് എഴുതാം. PV ഡയഗ്രത്തിൽ ആദ്യം ഞാൻ പറഞ്ഞുതരാം.
അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡ്രൈ സ്റ്റീം ഇങ്ങനെ വന്നിട്ട് ദിസ് ഇസ് 1 to 2 എന്താണ് നമ്മുടെ ടർബൈനാണ്. ടർബൈനിൽ എന്ത് ചെയ്യുന്നു, ഇത് പി വി ഡയഗ്രാം, സോറി ഇത് ടി എസ് ഡയഗ്രാം, സോറി. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ പി വി ഡയഗ്രാം വരയ്ക്കുക. ഇതിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പി വി ഡയഗ്രാം ആണ് ഇതാ കാണിച്ചിരുന്നത്. അതായത് ഇങ്ങനെ വരും. അതായത് ഇവിടെ നിന്ന് 1 to 2, 2 to 3, 3 to 4. ഈ 1 to 2 ആണ് ടർബൈൻ, 2 to 3 ആണ് കണ്ടൻസർ. ഇത് പി വി ഡയഗ്രാം. അടുത്ത ഇത് പമ്പ്, ഇത് ബോയിലർ. ഇങ്ങനെയാണ് പി വി ഡയഗ്രാം വരുന്നത്. സിമിലർലി പി വി ഡയഗ്രാം ജസ്റ്റ് ഫോർ റെഫറൻസ് ആണ് ചോദിക്കുന്നത്. പക്ഷെ ടി എസ് ഡയഗ്രാം വെച്ചാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. ഇങ്ങനെ വരും. വൺ ടു ത്രീ ഫോർ. ഇത് ടർബൈൻ, ഇത് കണ്ടൻസർ, ഇത് പമ്പ്, ഇത് ബോയിലർ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാനുള്ള ടി എസ് ഡയഗ്രാം ആണ്. അത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഇതിനാണ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ 1 to 2, 2 to 3, 4. അതായത് ഇതില് ടി എസ് ഡയഗ്രത്തില് ഇതില് 1 to 2 എന്ന് പറഞ്ഞ ടർബൈൻ ആണ്. ഇത് ടർബൈൻ ആണ്, ഇത് കണ്ടൻസർ ആണ്, ഇത് പമ്പാണ്, ഇത് ബോയിലർ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ടി എസ് ഡയഗ്രാം. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഇക്വേഷൻസ് നമ്മൾ എഴുതാൻ പോകുന്നത്. ടി എസ് ഡയഗ്രത്തിന്റെ ഇക്വേഷൻസ്, എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ കണ്ടുപിടിക്കാൻ പോകാൻ. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇതിനെയാണ് നമ്മൾ 1 വന്ന ഇവിടെ ഈ ലൈനിൽ വരികയാണെങ്കിൽ അതിനെ ഡ്രൈ സ്റ്റീം എന്നാണ് പറയുന്നത്. ഡ്രൈ. ഇനി ഒന്നിന് താഴെ ഇവിടെ ഈ ലൈനിനകത്ത് വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വെറ്റ് സ്റ്റീം എന്ന് പറയും. വെറ്റ് സ്റ്റീം. ഇനി ഒന്നിന് മുകളിലാണ് വരണമെങ്കിൽ, ഇതിന് വെളിയിലാണ് വരണമെങ്കിൽ അതിനെ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആണ്. സൂപ്പർ ഹീറ്റഡ്. അപ്പൊ ഇങ്ങനെയാണ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഡയഗ്രാം വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇത് വർക്ക് ഡൺ നോക്കാം, എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അതായത് വീണ്ടും ഞാൻ വരയ്ക്കാം. ഈ പടം വെച്ചിട്ടാണ് നമ്മൾ എഫിഷ്യൻസി എഴുതാൻ പോകുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു പടം വരയ്ക്കാം. 1 to 2, 2 to 3, 3 to 4. യെസ് ഡയഗ്രാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ എന്താണെന്ന് വെച്ചാൽ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ കണ്ടുപിടിക്കുന്നത്. എഫിഷ്യൻസി ഓഫ് ദ റാങ്കിൻ സൈക്കിൾ. എഫിഷ്യൻസി ഓഫ് ദ റാങ്കിൻ സൈക്കിളിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ W നെറ്റ് ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ് ഫോർമുല. എന്താണ് ഈ W നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ? W നെറ്റ് എന്ന് പറഞ്ഞാൽ W ടർബൈൻ മൈനസ് W പമ്പ് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ് ഫോർമുല. അപ്പൊ എന്താണ് ഈ W ടർബൈൻ വർക്ക്? അപ്പൊ ഇവിടെ നോക്കുക, ഈ എല്ലാത്തിനെയും നമ്മൾ എൻതാൽപിയുടെ ഫോർമുലയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എൻതാൽപിയുടെ ഫോർമുല. എൻതാൽപി എന്ന് പറഞ്ഞാൽ എച്ചിന്റെ ഫോർമുലയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എച്ചിന്റെ ഫോർമുല നമ്മൾ പറയുമ്പോൾ ഹലോ, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ കൂടെ പറഞ്ഞു സാർ. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക്. അതായത് നമ്മൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ജനറൽ എന്താണ് പറഞ്ഞത്, എഫിഷ്യൻസികൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് പറഞ്ഞത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ. അതായത് ഇവിടെ നമുക്ക് ഈ ടർബൈൻ വഴിയാണ് നമുക്ക് പവർ കിട്ടുന്നത്. അപ്പൊ ഇതിലെ നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പമ്പും വർക്ക് ചെയ്യുന്നുണ്ട്, ടർബൈനും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പമ്പ് ഇതാണ് നമ്മുടെ നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ. W നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് W ടർബൈനിൽ നിന്ന് നമുക്ക് W പമ്പ് കുറയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ നെറ്റ് വർക്ക് ഡൺ കിട്ടുന്നത്. കാരണം ഇവിടെ ടർബൈന് കിട്ടുന്ന വർക്കിനെ യൂട്ടിലൈസ് ചെയ്താണ് പമ്പ് വർക്ക് ആവുന്നത്. അപ്പം നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നെറ്റ് എന്ന് പറഞ്ഞാൽ W ടർബൈൻ മൈനസ് W പമ്പ്. അപ്പൊ നമ്മളിവിടെ എഴുതുമ്പോൾ W ടർബൈൻ മൈനസ് W പമ്പ് ഡിവൈഡഡ് ബൈ എത്ര ഹീറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന എത്രയാണെന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ, ഹീറ്റ് സപ്ലൈ ആണെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിക്കുന്നത്, പെട്രോൾ ഇൻപുട്ട് ഒഴിച്ചാലേ നമ്മൾ വണ്ടി ഓടത്തുള്ളൂ. ഓക്കെ, അതാണ് ഇൻപുട്ട്. നമ്മളിവിടെ കൊടുക്കുന്നത് എന്താണ്? ബോയിലറിന് സ്റ്റീമിന്റെ ഫോമിൽ കൊടുക്കുന്നു. അതാണ് നമ്മുടെ ഇൻപുട്ട്, ഹീറ്റ് സപ്ലൈഡ്, ബോയിലർ വർക്ക് എന്ന് പറയാം വേണമെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഏതെങ്കിലും ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം എന്താണ് ഈ ടർബൈൻ വർക്ക്?
ഇൻ ടേംസ് ഓഫ് എന്താൽപി. ഡബ്ല്യു ടർബൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? H1 മൈനസ് H2 എന്ന് എഴുതും. ഇവിടെ ഒന്നാമത്തെ നിന്ന് രണ്ടാമത്തെ കുറച്ചാൽ മതി, H1 മൈനസ് H2. ഇനി ഡബ്ല്യു പമ്പ് വർക്ക് എന്താണ്? ഡബ്ല്യു പമ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ H4 മൈനസ് H3. ശരിയല്ലേ? ഇവിടെയാണ് നമ്മുടെ പമ്പ് ഉള്ളത്, ഇവിടെയാണ് നമ്മുടെ ടർബൈൻ ഉള്ളത്, ഇവിടെ നമ്മുടെ കണ്ടൻസറിലാണ് എന്ത് സംഭവിക്കുന്നത്? ഹീറ്റ് റിജക്റ്റ് ആവുന്നത്. ഇതിൽ ബോയിലർ ഉണ്ട്, ബോയിലറിലാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്. ശരിയല്ലേ? ബോയിലർ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബോയിലർ വർക്ക് ഹീറ്റ് സപ്ലൈഡിന്റെ ഫോർമുല എന്താണ്? H1 മൈനസ് H4. ഹീറ്റ് റിജക്റ്റഡിന്റെ ഫോർമുല എന്താണ്? H2 മൈനസ് H3. ഓക്കെ, നമ്മൾ ഈ എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ എഴുതാൻ പോവുകയാണ്. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താ എഴുതും? ഡബ്ല്യു ടർബൈൻ മൈനസ് ഡബ്ല്യു പമ്പ് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈ. അപ്പൊ എന്താണ് ഈ ഡബ്ല്യു ടർബൈൻ? H1 മൈനസ് H2 മൈനസ് പമ്പ് വർക്ക് എന്താണ്? H4 മൈനസ് H3 ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്താണ്? H1 മൈനസ് H4. ഇതാണ് എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ. മനസ്സിലായോ? നോക്കി, മനസ്സിലായോ മുഹമ്മദ്? സാറേ QS ഈക്വൽ ടു H1 മൈനസ് H4 അല്ലേ? എന്നിട്ട് QR ആണോ അതോ K ആണോ? QR റിജക്റ്റഡ്. ഹീറ്റ് റിജക്ട് ചെയ്യണ എന്താണ്? സ്റ്റീമിനെ വാട്ടറാക്കി മാറ്റുന്നത് കണ്ടൻസറാണ്. കണ്ടൻസറിൽ എന്ത് സംഭവിക്കുന്നത്? ചൂട് തണുക്കുന്നു. ഓക്കെ, സ്റ്റീമിനെ വാട്ടറാക്കി മാറ്റുന്നു, കണ്ടൻസ് ആവുന്നു. ക്ലിയർ ആണോ? വിവേകിന് ഓക്കെയാണ്? ഓക്കെയാണ് സാർ, ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ TS ഡയഗ്രം വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പം TS ഡയഗ്രം വെച്ചിട്ട് നമ്മൾ എഴുതാൻ അറിഞ്ഞിരിക്കണം. എന്നാ ഇക്വേഷൻ എഴുതാം, നിങ്ങൾ കാണാൻ പഠിക്കാനല്ല പോണത്, ഇക്വേഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ നിങ്ങളുടെ ഇക്വേഷനിൽ ഈ H1 എന്താണ്, H2 എന്താണ്, H3 എന്താണ്, H4 എന്താണ്, ഈ കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് അല്ലേ? H1 എങ്ങനെ കണ്ടുപിടിക്കാം, H2 എങ്ങനെ കണ്ടുപിടിക്കാം, H3 എങ്ങനെ കണ്ടുപിടിക്കാം, H4 എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. അപ്പം ഇതിൽ H1 അതായത് സാർ എഫിഷ്യൻസി ഈക്വൽ ടു H1 മൈനസ് H2 മൈനസ് H4 മൈനസ് H3 അല്ലേ? ഏത് സാറേ? H1 മൈനസ് H4. ഓക്കെ. അപ്പൊ നമുക്ക് വേണ്ടതാണ് H1, H2, H3, H4. ഈ 4 കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി സൈക്കിൾ തീർന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, എഴുതിയായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട എന്താണ്? ഈ H1, H2, H3, H4 നമ്മൾ സ്റ്റീം ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കണം. സ്റ്റീം ടേബിളിൽ നിന്ന്. ഓക്കെ, സ്റ്റീം ടേബിൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല സാർ. ഹലോ, സ്റ്റീം ടേബിൾ കയ്യിലുണ്ടാണ്? ഇല്ല സാർ. സ്റ്റീം ടേബിൾ കയ്യിലുണ്ടോ? ഇല്ല. ഞാൻ എടുത്ത് വെക്കാൻ പറഞ്ഞില്ല നിങ്ങൾ. ഇല്ല. നാളെ ഒപ്പിക്കാൻ പറ്റുമോ? വേറെ ദിവസം ഞാൻ ഇതിന്റെ ബേസിക്സ്. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമ്മൾ TS ഡയഗ്രാം വരയ്ക്കുക. H1, H2, H3, H4 കണ്ടുപിടിക്കാൻ പോവുകയാണ് ഈ സ്റ്റീം ടേബിളിൽ നിന്ന്. 1, 2, 3, 4 TS ഡയഗ്രാം. ഓക്കെ, നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മളെ ക്വസ്റ്റ്യനെ ചോദിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് H1. ഫൈൻഡ് H1 കണ്ടുപിടിക്കുക. H1 കണ്ടുപിടിച്ചാൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ H1 3 രീതിയിലാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. യൂണിവേഴ്സിറ്റി എക്സാമിന് H1 3 രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ വെറ്റ് സ്റ്റീം ആവാം, ഡ്രൈ സ്റ്റീം ആവാം, സൂപ്പർ ഹീറ്റഡ് ആവാം. സപ്പോസ് ഇറ്റ് ഈസ് എ വെറ്റ് ആണെങ്കിൽ H1 HF1 പ്ലസ് X1 ഇൻറ്റു HFG1. ഇതാണ് ഫോർമുല. ഇത് നിങ്ങളുടെ സ്റ്റീം ടേബിളിന്റെ ഫസ്റ്റ് പേജിലുണ്ട്, ഫസ്റ്റോ സെക്കൻഡോ പേജിലുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണെന്ന് പറഞ്ഞാൽ പ്രഷറും ടെമ്പറേച്ചറും തരും. പ്രഷർ തരും. ഇപ്പൊ ഈ 3 എണ്ണത്തിൽ ഏതാണെന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യും. ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം ഓർ എ വെറ്റ് സ്റ്റീം വിത്ത് ഡ്രൈനെസ് ഫ്രാക്ഷൻ ദിസ് ഓർ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തരും. അപ്പൊ ഇതിൽ ഏതാണോ അത് ചൂസ് ചെയ്ത് പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HF1 ആൻഡ് HFG1 നിങ്ങളുടെ ഡേറ്റ ബുക്കിൽ നിന്ന് എടുക്കണം. X1 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യുക. ഇത് ഓൺലി ഫോർ വെറ്റ് സ്റ്റീമിന്റെ ഫോർമുലയാണ്. S1 നമുക്കറിയാം SF1 പ്ലസ് X1 ഇൻറ്റു
HFG1. ഈ ഫോമുല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വെറ്റ് സ്റ്റീമിന് യൂസ് ചെയ്യുന്ന ഫോമുലയാണ്. സപ്പോസ് ക്വസ്റ്റിലെ ഡ്രൈ സ്റ്റീമാണ് തന്നിട്ടുണ്ടെങ്കിൽ H1 HG1 എടുക്കുക, S1 SG1 എടുക്കുക. സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ടേബിൾ ആണ് ക്വസ്റ്റിൽ, സൂപ്പർ ഹീറ്റഡ് ആണ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ H1ഉം S1ഉം നിങ്ങൾ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ടേബിൾ, സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ടേബിൾ ഉണ്ട്, സൂപ്പർ ഹീറ്റഡ് ടേബിൾ എന്ന് പറഞ്ഞ് അതിന്റെ ബാക്കിൽ ഒരു ഇതുണ്ട്, അതിൽ നിന്ന് പോയി എടുക്കുക. പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് പോയി എടുക്കുക. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. ഈ സ്റ്റീം ടേബിൾ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ HF1ഉം HFG1ഉം സ്റ്റീം ടേബിളിൽ നിന്നാണ് എടുക്കുക. ഈ HF1ഉം HFG1ഉം സ്റ്റീം ടേബിളിൽ നിന്ന് എടുക്കുക. X1 ക്വസ്റ്റിൽ തരും, അതിൽ നിന്ന് H1 കിട്ടും. ഓക്കെ. സിമിലർലി നിങ്ങൾ S1 കൂടെ കണ്ടുപിടിക്കുക. അടുത്ത സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ S1 കൂടെ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ അതേ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് SF1 SFG1 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ X1, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. കണ്ടുപിടിക്കുന്ന മെത്തേഡ് പറഞ്ഞുതരാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ, സ്റ്റെപ്പ് 2ൽ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ടേബിൾ നോക്കി, ഇതാണ് രണ്ടാമത്തെ. സാർ ഡ്രൈയിലുണ്ടല്ലേ S1 SG11 G1 അല്ലല്ല, SG1. S1 SG1, H1 HG1. ഓക്കെ. അടുത്ത സ്റ്റെപ്പ് പറയട്ടെ. സൂപ്പർ ഹീറ്റഡില് അതെങ്ങനെയായിരുന്നു സാർ? അത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ടേബിൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. എൻതാൽപി ടേബിളും എൻട്രോപ്പി ടേബിൾ ഫോർ സൂപ്പർ ഹീറ്റഡ് എന്ന് പറഞ്ഞാൽ സ്റ്റീം ടേബിളിന്റെ ബാക്ക് സൈഡിലുണ്ട്. അത് ഞാൻ എടുക്കുമ്പോൾ പറഞ്ഞുതരാം. അതിന് ഫോമുല ഇല്ല, അതിനേക്കാളും അതിന്റെ ഡേറ്റാ ബുക്ക് നോക്കി ചെയ്യണതാണ് നല്ല സ്റ്റീം ടേബിൾ. ഓക്കെ. അടുത്തലോട്ട് പോട്ടാ. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ് H2 കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ H1 നമ്മൾ കണ്ടുപിടിച്ചു. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ 3 രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. സ്റ്റീം ടേബിൾ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. സെക്കൻഡ് H2 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, H2 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇരിക്കുന്നത്, ഞാൻ റൗണ്ട് ഇട്ടിട്ടുണ്ട്, ഇവിടെയാണ് H2 ഉള്ളത്. ഈ H2ന്റെ പ്രത്യേകത എന്താണ്? എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. S1 ഈ ടർബൈനിൽ നടക്കുന്ന പ്രോസസ്സ്, അതിനാണ് നമ്മൾ ഇവിടെ S1 ആൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ H2 കണ്ടുപിടിക്കുന്നത് S1ന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ S1 S2 ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ ഐസെൻട്രോപിക് പ്രോസസ്. ടർബൈനിലെ ഐസെൻട്രോപിക് പ്രോസസ് ആണ്. എന്താണ് ഈ ഐസെൻട്രോപിക്? ഐസെൻട്രോപിക് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയ പ്രോസസ്. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ S എന്നാണ് പറയുന്നത്. എൻട്രോപ്പി ഈസ് എ കോൺസ്റ്റന്റ്. എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയ പ്രോസസ് ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ S1 S2 ആണ് ഇവിടെ. ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ ഫോമുല എന്ന് പറഞ്ഞാൽ S2 അതിലെ ഡ്രൈനസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. SF2 + X2 × SFG2 എന്നുള്ള ഫോമുല എഴുതുക. ഇതില് SF2ഉം SFG2ഉം നിങ്ങളുടെ ഡേറ്റാ ബുക്കിൽ പ്രഷർ P2ന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റീം ടേബിളിൽ പോയിട്ട് കണ്ടുപിടിക്കണം. സ്റ്റീം ടേബിളിൽ പോയിട്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കണം. P2ന് കറസ്പോണ്ടിങ് ആയിട്ട് SF2ഉം SFG2ഉം കണ്ടുപിടിക്കണം. ഈ S2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. S2 S1 ആണ്. ഇറ്റ് ഈസ് ഐസെൻട്രോപിക് പ്രോസസ്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് വാല്യൂ കിട്ടും? X2 കിട്ടും. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ X2 കിട്ടിയാൽ എന്താണ്? H2 കണ്ടുപിടിക്കുക എളുപ്പമാണ്. H2 എന്താണ് ഫോമുല? HF2 + X2 × HFG2. ഇതാണ് ഫോമുല. ഇതിൽ HF2ഉം HFG2ഉം എവിടെ നിന്ന് കണ്ടുപിടിക്കും? P2 കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റീം ടേബിളിൽ നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അതെടുത്ത് എവിടെ കൊണ്ടു കൊടുക്കും? ഇവിടെയും കൊടുക്കും, ഇവിടെയും കൊടുക്കും. അപ്പൊ റിമൈനിങ് X2 എവിടെ നിന്ന് കിട്ടും? മുകളിലത്തെ സ്റ്റെപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇവിടെ കൊണ്ടു കൊടുക്കും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കിട്ടും? H2 എന്നുള്ള വാല്യൂ കിട്ടും. ക്ലിയർ ആണോ? ഞാൻ ഇത് റെക്കോർഡ് ചെയ്തത് ഞാൻ അയച്ചു തരാം. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേട്ടാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പാണ് എന്തിനാണ്? സ്റ്റെപ്പ് 3യിലാണ് നമ്മൾ H3 കണ്ടുപിടിക്കുന്നത്. H3. അപ്പൊ H3 = നത്തിങ് ബട്ട് H3 = HF2 വാല്യൂ ആണ്. അപ്പൊ HF2 എങ്ങനെ കണ്ടുപിടിക്കും? പ്രഷർ P2ന് കറസ്പോണ്ടിങ് ആയിട്ട്, പ്രഷർ ക്വസ്റ്റിൽ തരും, P2ന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റീം ടേബിളിൽ പോയിട്ട് HF വാല്യൂ കണ്ടുപിടിക്കുക. സ്റ്റീം ടേബിളിൽ നിന്ന് HF വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ H3 വാല്യൂ. ആൻഡ് ലാസ്റ്റ് വൺ സ്റ്റെപ്പ് 4ൽ H4 കണ്ടുപിടിക്കും. അപ്പൊ H4 കണ്ടുപിടിക്കുക. H4 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പമ്പ് വർക്ക് എഴുതുക. എന്താണ് ഈ പമ്പ് വർക്ക് എന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ഇവിടെ നോക്കി, ഇതാണ് നമ്മുടെ പമ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് H4 - H3. ഇതാണ് നമ്മുടെ പമ്പ് വർക്ക് ഇസ് ഈക്വൽ ടു. അപ്പോൾ H4 - H3 ഇസ് ഈക്വൽ ടു ഒരു ഫോമുല ഉണ്ട് പമ്പ് വർക്ക് കണ്ടുപിടിക്കാനായിട്ട്. V3 ഇൻറ്റു, അതായത് H4 - H3 ഇസ് ഈക്വൽ ടു V3 സ്പെസിഫിക് വോളിയം V3 ഇൻറ്റു P4 - P3. ഇതാണ് നമ്മുടെ ഫോമുല. അതായത് H4 - H3 ഇസ് ഈക്വൽ ടു, വെരി ഇമ്പോർട്ടൻറ്റ് ഫോമുലയാണ്, V4 ഇൻറ്റു V3 ഇൻറ്റു P4 - P3. അപ്പോൾ നിങ്ങൾ ചോദിക്കും P4 എന്താണ്, V3 എന്താണ്? നമ്മൾ ആദ്യമേ പി വി ഡയഗ്രാം എന്ന് പഠിച്ചായിരുന്നു അല്ലേ? പി വി ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലാവും P2 ഇസ് ഈക്വൽ ടു എന്താണ്, P3 ആണ്. സിമിലർലി P4 ഇസ് ഈക്വൽ ടു എന്താണ്, P1 ആണ്. അപ്പോൾ P4 വരെ P1ഉം P3 വരെ P2. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, അപ്പം ഈക്വൽ ടു P4 വരെ P1ഉം P3 വരെ P2ഉം കൊടുക്കുക, ഇൻറ്റു 100 കൊടുക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് എ ബാറിലാണ് തരുന്നത്, നമ്മൾ അതിനെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കണം. അതേപോലെ V3 വരെ എന്ത് കൊടുക്കും, നമ്മൾ H3 വരെ HF2 കൊടുത്തു. അപ്പോൾ V3 വരെ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, VF2 തന്നെ ആയിരിക്കും. പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള VF വാല്യൂ ഫ്രം സ്റ്റീം ടേബിൾ. പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള VF വാല്യൂ ഫ്രം സ്റ്റീം ടേബിൾ. ഓക്കെ, സിമിലർലി H3 ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അൺനോൺ H4 - H3 H3 അറിയാം, VF അറിയാം, P1 അറിയാം, P2 അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, H4 കിട്ടും. ചില ക്വസ്റ്റ്യനിൽ നെഗ്ലക്റ്റ് പമ്പ് വർക്ക് എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് H4 എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറയാറുണ്ട്, നെഗ്ലക്റ്റ് പമ്പ് വർക്ക് എന്ന് പറയാറുണ്ട്. പമ്പ് വർക്ക് പറയുകയാണെങ്കിൽ H4 ഇത്രയും ചെയ്താൽ മതി, H3 വരെ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ H1, H2, H3, H4 കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണോ? നോക്കി മനസ്സിലായോ? സാറേ H4 - H3 ആ സ്റ്റെപ്പില്ലേ, അതൊന്നും പറഞ്ഞു. അതായത് നമ്മുടെ ഫോമുലയാണ്, അതായത് നമ്മുടെ പി വി ഡയഗ്രത്തിൽ ഇതാ ഇവിടെ പഠിക്കുന്നുണ്ട്. എന്താണ്, ഇതാണ് പി വി ഡയഗ്രത്തിൽ, ഇത് ഇങ്ങനെയാണ് നമ്മുടെ പൈപ്പ് വർക്ക് വരുന്നത്. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഇവിടെയാണ് നമ്മുടെ പമ്പ് വർക്ക് ഉള്ളത്, ഇതാ ഇവിടെ ഈ ഏരിയയിൽ. അപ്പൊ ഇതിൽ നമുക്ക് H4 - H3 എന്ന് പറയുകയാണെങ്കിൽ V3 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്പെസിഫിക് വോളിയം, V3 ഇൻറ്റു ഇവിടുത്തെ 4 മൈനസ് ഇവിടുത്തെ 3, P4 - P3. ഇതാണ് ഈ പമ്പ് വർക്കിന്റെ ഇത്. അപ്പൊ ഇതിൽ V3ക്ക് നമുക്ക് VF2 എന്ന് എഴുതാം, P4 വരെ P1ഉം P3 വരെ P2 ആണ് ഫ്രം ദ പി വി ഡയഗ്രാം. ഇൻറ്റു 100 ഇടും, കാര്യം ബാറിന് കിലോ ന്യൂട്ടൺ ആക്കാം, ഇൻറ്റു 100 ആണ്. H4 - H3. ഈ H3 എന്ന് പറഞ്ഞാൽ എന്താണ്, HF2 ആണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും, ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള H4 വാല്യൂ കിട്ടും. ഓക്കെ ആണോ? ഹലോ, ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചുതരാം. അപ്പൊ ഇതിന്റെ എല്ലാം PDF ഞാൻ അയച്ചുതരാം. അപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞ റാങ്കൈൻ സൈക്കിളാണ്. ഇത് റാങ്കൈൻ സൈക്കിളിന്റെ പി വി ഡയഗ്രാം ഇത് അവിടെ ഉണ്ട്. ഓക്കെ, പി വി ആൻഡ് ടി എസ് ഡയഗ്രാം ഉണ്ട്, റാങ്കൈൻ സൈക്കിളിന്റെ. ഡബ്ല്യു ടർബൈൻ വർക്കുന്ന H1 - H2 ആണ്. അതേപോലെ ഹീറ്റ് റിജക്റ്റഡ് എല്ലാം ഇവിടെ ഉണ്ട്, H2 - H3 ആണ്. അതേപോലെ പമ്പ് വർക്ക് ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അതേപോലെ ഹീറ്റ് സപ്ലൈഡ് എല്ലാം ഉണ്ട്. സോ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു നമുക്ക് ഫൈനലി H1 - H2 വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ്. സോ H1 - H2 ഡബ്ല്യു പമ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ H4 - H3 ഡിവൈഡ് ബൈ H1 - H4. ഇതാണ് എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ. ഓക്കെ, അപ്പോൾ വെറ്റ് സ്റ്റീം ആണെങ്കിൽ H1 എങ്ങനെ കണ്ടുപിടിക്കാം, വെറ്റ് സ്റ്റീം ആണെങ്കിൽ ഇങ്ങനെ, ഡ്രൈ സ്റ്റീം ആണെങ്കിൽ സൂപ്പർ ഹീറ്റഡ് ഫോമുല ഉണ്ട്. ബട്ട് ഫോമുല പഠിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് സ്റ്റീം ടേബിളിൽ നിന്ന് ഡയറക്റ്റ് അങ്ങ് കിട്ടും. വെറ്റ് സ്റ്റീം, ഡ്രൈ സ്റ്റീം, സൂപ്പർ ഹീറ്റഡ് സ്റ്റീം, ഈ മൂന്നിന്റെ ഫോമുല ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ PDF ഞാൻ ഇപ്പോൾ അയച്ചുതരാം. അതിനുശേഷം നമ്മൾ ഇതേപോലെ കുറച്ച് വാട്ട് ഈസ് സ്പെസിഫിക് ഫ്ലോ റേറ്റ്, അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ്റെ കൂടെ ചോദിക്കും. 1/W നെറ്റ്, അത് നമുക്ക് പ്രോബ്ലം വരുമ്പോൾ നോക്കാം. ഇതൊക്കെ ഫോമുലാസ് ജസ്റ്റ് ഒന്ന് പഠിച്ച് വെച്ചേക്കാം, നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം കാണിച്ചു തരാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റീം ടേബിൾ ഇല്ലല്ലോ, ഇപ്പോൾ എങ്ങനെ ചെയ്യിപ്പിക്കണേ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാണ് ഡ്രൈ സ്റ്റീം. ഓക്കെ,
ഡ്രൈ സ്റ്റീം. അപ്പൊ ഇതിന് ഞാൻ കോപ്പി ചെയ്ത് വേണമെങ്കിൽ അപ്പുറത്തെ കൊണ്ട് വലുതായിട്ട് കാണിച്ചത്. ഓക്കെ, അപ്പൊ ഇതിലിപ്പം ആൻസർ കഴിഞ്ഞില്ല, കുറച്ചുകൂടെ ഉണ്ട്. ഒരു എക്സാമ്പിൾ കാണിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നോക്കാം. ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം ശ്രദ്ധിക്കുന്നുണ്ടോ? ഹലോ. സാർ. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കിയേ, ഇതിലെ ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സപ്ലൈഡ് എന്താണ് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, 12 ബാർ. ഓക്കെയാണ്, ഇതിന്റെ 12 ബാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 12 ബാർ പ്രഷർ P1ന്റെ വാല്യൂ എത്രയാണ്? 12 ബാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ എക്സ്പ്രഷൻ കണ്ടൻസർ പ്രഷർ 1 ബാർ. P2ഉം P1ഉം തന്നിട്ടുണ്ട്. റാങ്കിൻ എഫിഷ്യൻസി ആൻഡ് സ്പെസിഫിക് ഫ്യൂൽ കൺസംഷൻ കമ്പയർ ദ വാല്യൂസ് വിത്ത് എഫിഷ്യൻസി ആൻഡ് നെഗ്ലക്ട് പമ്പ് വർക്ക് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ വിവേക കേൾക്കുന്നുണ്ടോ? സാറേ ഞാൻ നെറ്റ് തീർന്നു സാറേ. അയ്യോ, അപ്പൊ കാണാൻ ഷെയർ പറ്റുന്നില്ല. കാണാൻ പറ്റില്ല. ഇല്ല ഇല്ല. അയ്യോ, അപ്പൊ എന്തിനേ? ഞാനത് ഇറങ്ങട്ടാ. ഞാൻ സാറിന്റെ അടുത്ത് വരാം, അങ്ങ് വരാം പഠിക്കാൻ. ഓ, ഞാൻ ഇതിന്റെ റെക്കോർഡബിൾ അയച്ചു തരാം, അപ്പൊ അത് ഓ നോക്കിയാൽ. സാറിന്റെ ഓക്കെ. ഓക്കെ, മുഹമ്മദ് കേൾക്കുന്നുണ്ടോ? അപ്പം ഓ കേൾക്കുന്നു സാർ. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കിയാണ് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം ആണ് പറഞ്ഞത്. എക്സ് ഈസ് ഈക്വൽ ടു 1 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, P1ന്റെ വാല്യൂയും P2ന്റെ വാല്യൂയും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ റാങ്കിൻ എഫിഷ്യൻസി ഉണ്ട്. എന്താണ് റാങ്കിന്റെ എഫിഷ്യൻസി ഫോർമുല? W നെറ്റ് ബൈ ഹീറ്റ് സപ്ലൈഡ് അല്ലേ ഫോർമുല. W നെറ്റ് എന്ന് പറഞ്ഞാൽ W ടർബൈൻ മൈനസ് W പമ്പ് വർക്ക് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ഇതിൽ W പമ്പ് വർക്ക് എന്താണ് പറഞ്ഞാൽ നെഗ്ലക്ട് പമ്പ് വർക്ക്. അപ്പോൾ W പമ്പ് വർക്ക് എന്തായിട്ട് മാറുക? 0 ആയിട്ട് മാറും. അപ്പോൾ W ടർബൈൻ എന്താണ്? നമ്മുടെ സൈക്കിൾ വരയ്ക്കുകയാണെങ്കിൽ പമ്പ് വർക്ക് 1 2 ഓക്കെ 1 2 3 4 അല്ലേ. അപ്പൊ W ടർബൈൻ ആകുമ്പോൾ H1 മൈനസ് H2 ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്താണ്? ഈ 4 ഇല്ല, കാര്യം എന്താണ്? പമ്പ് വർക്ക് ഇല്ലാത്തതുകൊണ്ട് H1 മൈനസ് H3 വരെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള H1 മൈനസ് H2 ഡിവൈഡ് ബൈ H1 മൈനസ് H3. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുക, റാങ്കൈൻ സൈക്കിളിൽ പോയിട്ട് 12 ബാറിന് നേരെയുള്ള സ്റ്റീം ടേബിളിൽ പോയിട്ട് നമ്മൾ എന്താ ചെയ്യും? S1 SG എന്നുള്ള വാല്യൂ അവിടെ നിന്ന് കിട്ടും, H1 HGയും കിട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത ഫോർമുല അനുസരിച്ച് ഇത് കിട്ടും. അതേപോലെ പ്രഷർ P2ന് കറസ്പോണ്ടിങ് ഉള്ള HF2 HFG2 SF2 SFG2 ഇതെല്ലാം നമ്മൾ എവിടെ? സ്റ്റീം ടേബിളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. സ്റ്റീം ടേബിളിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇതും അതേപോലെ സ്റ്റീം ടേബിളിൽ നമുക്ക് എടുക്കാൻ പറ്റും, ഇത്രയും പാർട്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം സ്റ്റീം ടേബിളിൽ നമ്മൾ എടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫസ്റ്റ് എന്താണ്? H1 HG1. H1 നമുക്ക് കിട്ടി, ഈ വാല്യൂ നമുക്ക് കിട്ടി സ്റ്റീം ടേബിളിൽ നിന്ന്. H2 എങ്ങനെ കണ്ടുപിടിക്കും? S1 S2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ഫോർമുല ഇത് നമ്മുടെ എവിടെ ഉണ്ട്? സ്റ്റീം ടേബിൾ ഉണ്ട്. S1 S2 സ്റ്റീം ടേബിളുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക? X2 കണ്ടുപിടിക്കുക. X2 കിട്ടിയാൽ ഇതും സ്റ്റീം ടേബിളിൽ ഫോർമുല ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക?
H2 കണ്ടുപിടിക്കുക. ഈ HF2 HFG2 എവിടെ നിന്ന് എടുക്കും? ആൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെയും ഇവിടെയും. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കുക. HF2 H2 കണ്ടുപിടിക്കുക. H2 കഴിഞ്ഞാൽ H3 എന്ന് പറയുന്നത് എന്താണ് ഫോർമുല? H3 എന്താണ് ഫോർമുല? HF2 ആണ്. പ്രഷർ P2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റീം ടേബിളിൽ പോയിട്ടുള്ള HF വാല്യൂ. ഇത്രയും കാര്യങ്ങൾ അത് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എന്താണ് എഫിഷ്യൻസിയുടെ ഫോർമുല നടക്കുന്നത്? അപ്പൊ എഫിഷ്യൻസി കിട്ടും. ഇതാണ് നടക്കുന്നത് എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ 17.97 കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഉള്ള കാർനോട്ട് സൈക്കിൾ അത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്, അത് നോക്കണ്ട. സ്റ്റീം കൺസംഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കും. സ്പെസിഫിക് സ്റ്റീം കൺസംഷൻ അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ 3600 ഡിവൈഡഡ് W നെറ്റ് ആണ്. W നെറ്റ് എന്താണ്? 3600 ഡിവൈഡ് ബൈ W ടർബൈൻ മൈനസ് പമ്പ് വർക്ക്. ഓക്കെ, പമ്പ് വർക്ക് നെഗ്ലക്ട് ആയതുകൊണ്ട് 3600 ഡിവൈഡ് ബൈ ടർബൈൻ വർക്ക് എന്താണ്? H1 മൈനസ് H2. ഇതാണ് സ്പെസിഫിക് സ്റ്റീം കൺസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായ ഈ പാർട്ട്? ഓ സാർ. പക്ഷേ സാറേ ഇത് വേറൊരു സാർ അവിടെ പറഞ്ഞു. വന്ന് പഠിക്കാൻ എവിടെയാണ് സാറേ വീട്? എന്റെ വീട് എന്ത് പറ്റിയടാ? ഉം. പാടാ.